എനിക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അരുണും ആര്യയും, അഥവാ അരുണും മാളും. ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവർ സ്കിറ്റ് രൂപേണ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ അച്ഛനും മക്കളും അമ്മയും കൂടെ ചേർന്നാണ് ഓരോ സ്കിറ്റിലും ഉണ്ടാകാറ് അധികം. അപ്പം നമുക്കൊരു കുടുംബത്തിലുള്ളവരെ പോലൊരു ഫീല് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ തോന്നാറുണ്ട്. വളരെ ഒരു എന്താ പറയുക, ചെറിയ വീടൊക്കെയായി കഴിഞ്ഞു പോന്നിരുന്ന ഇവർ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് എന്താ പറയുക പുതിയൊരു വീടെടുക്കുകയും ഈ സോഷ്യൽ മീഡിയ വരുമാനത്തിലൂടെ വീടെടുക്കുകയും ഒക്കെ ചെയ്തത്. ഈ വീടെടുക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും വീഡിയോ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ വളർച്ചയും ഒക്കെ നമുക്ക് എന്താ അറിയാം, നമുക്ക് വീഡിയോ കണ്ടിട്ട് അറിയാം ഇവരുടെ വളർച്ചയും ഒക്കെ. ഇപ്പോൾ അരുണിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്താ പറയുക, തമാശ രൂപേണ ഒരു കമൻറ്റ് പറയുകയുണ്ടായി. അതാണിപ്പം എന്താ പറയുക ഒരു വിവാദമായിരിക്കുന്നത്. പെൺവീട്ടുകാർ വന്ന് കല്യാണം ഉറപ്പിച്ചതിനെ ഒരു രാജമാണിക്യ സ്റ്റൈലിൽ ഒന്ന് പറഞ്ഞതാണ്. അതായത് പെൺവീട്ടുകാർ വന്ന് മുക്കാച്ചെമ്പ് ബിരിയാണിയും കഴിച്ച് കച്ചവടം ഉറപ്പിച്ചിട്ട് പോയി എന്ന്. പക്ഷേ അരുണ് കോമഡിയായിട്ട് പറഞ്ഞത് പ്രേക്ഷകർ, അതായത് ബാക്കി കാണുന്നവർ എടുത്തത് അത്ര സില്ലി ആയിട്ടല്ല, എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു. അപ്പം അതിന് പല കമൻസും വന്നു. കാരണം ബന്ധു വീട്ടുകാരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങനെ ഉള്ള കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ, അതൊക്കെ എന്താ പറയുക അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ആ കമൻസൊക്കെ ഇവരുടെ നല്ലതിന് വേണ്ടിയാണ് ഇട്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കഥയൊക്കെ ഇപ്പോൾ എന്താ പറയുക എല്ലാ കമൻസൊക്കെ മാറി വന്നു. ഇവരുടെ ഹൗസ് വാമിങ് വീഡിയോയുടെ താഴെ നോക്കിയാൽ അറിയാം, ഒരു ഹെയ്റ്റ് കമൻറ്റ്സ് പോലും ഇല്ല. കാരണം ഇവരുടെ വളർച്ചയിൽ സന്തോഷമുള്ളവരായിരുന്നു ബഹുഭൂരിഭാഗം ആൾക്കാരും, ഇവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു വിവാദം വന്ന ശേഷം ഉള്ള കമൻസിൻ്റെ ഒരു ഗതിയിൽ നിന്ന് മാറിപ്പോയി. കാരണം ഇവർ വെറും ലോ ക്ലാസ് ആണ്, അതുകൊണ്ട് ഇവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, പിന്നെ എന്താ പറയുക ജോലി ചെയ്യാതെ പൈസ കിട്ടുന്നതിൻ്റെ പ്രശ്നമാണിത്, പിന്നെ അങ്ങനെ കുറേ എന്താ പറയുക വെറും ചീപ്പ് കമൻസ്, ചീപ്പ് വർത്താനം ആണ് ഇവരുടെ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരുന്നത്. അതായത് കുറേ പേര് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു. അതായത് ഇവരുടെ വളർച്ചയിൽ അസൂയ കൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിലും ഈ മലയാളികളുടെ തനി സ്വഭാവം ഇതാണ്, ഒരാൾ നന്നാവുമ്പോൾ അത് തീരെ പിടിക്കില്ല, അസൂയ തുടങ്ങും അന്നേരം. പിന്നെ ഈ പറയുന്നവർക്കൊന്നും ഒരു തെറ്റ് സംഭവിക്കാറില്ലല്ലോ. എന്തായാലും അരുണ് ഇതിനകത്തുനിന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇപ്പം എന്തായാലും ഇതൊരു നല്ലതിനാണെന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പറയുന്നതും നമ്മളുടെ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കില്ല ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ തോന്നുന്നത്. അതിപ്പം എന്താ പറയുക ബ്രൈഡിൻ്റെ വീട്ടുകാരാണെങ്കിലും ഇപ്പം ആ പെണ്ണ് തന്നെയാണെങ്കിലും അല്ലേ, നമ്മൾ വേറെ ഒന്ന് ആലോചിച്ച് പറയുന്നത് അവർ ചിലപ്പം വേറെ രീതിയിൽ എടുക്കും. അപ്പോൾ ഇതൊരു പാഠമാകട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വിവാദ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അരുൺ പറയുന്നുണ്ട്, കാരണം അമ്മയെ തല്ലിയാലും 2 പക്ഷം, അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.